أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അപ്പോൾ ലിമാനൻ മാനയെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മാന എന്ന് പറഞ്ഞാൽ ഇസ്ലാഹിയായിട്ട് എന്താണ്? മാ യുഖ്സദു ബിശൈഇൻ, ഒരു വസ്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ അർത്ഥം വെച്ചത്. അതിൽ അപ്പോൾ ലഫ്ലുൻ വലിയ ലിമാനൻ, ഒരു മാനാക്ക് വലു ചെയ്യപ്പെട്ട ലഫ്ല്, അങ്ങനെയല്ല നമ്മൾ താരിഫിലുള്ളത്. മുഫ്രദായ മാനാക്ക് വലു ചെയ്യപ്പെട്ട ലഫ്ല്. അപ്പൊ അവിടെ ഒരു ഇഷ്കാല്, മാനാക്ക് വലു ചെയ്യപ്പെട്ട ലഫ്ല് എന്നല്ല പറഞ്ഞേ, അവിടെ ഒരു ഇഷ്കാല്. ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ, ഖദ് വുളിഅ ബഅ്ളുൽ അൽഫാദി ബിഇസാഇ ബഅ്ളിൻ ആഖറ, ചില പദങ്ങൾക്ക് മുഖാബലയിൽ വധു ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ലഫ്ലിനിക്ക് വധു ചെയ്യപ്പെടുക, ലഫ്ലിനെ മാനാക്ക് വധു ചെയ്യണം എന്നാണ് താരീഫിലുള്ളത്. എന്നാൽ ചില ലഫ്ലുകളുടെ മുഖാബലയിൽ വധു ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ താരീഫ് ഉൾപ്പെടുത്തൂലല്ലോ എന്നൊരു ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ ഖദ് വുളിഅ ബഅ്ളുൽ അൽഫാദി, ചില അൽഫാദുകളെ വധു ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആരുടെ മുഖാബലയിൽ? ബിഇസാഇ ബഅ്ളിൻ ആഖറ, മറ്റു ബഅ്ള് എന്ന് പറഞ്ഞാൽ മറ്റു ബഅ്ളുൽ അൽഫാദ് എന്നാണല്ലോ. അപ്പൊ മറ്റു ചില ലഫ്ലുകളുടെ മുഖാബലയിൽ ചില ലഫ്ലുകളെ വധു ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഫകൈഫ യസ്ദുഖു അലൈഹി, ആ ചില ലഫ്ലുകളുടെ മേലിൽ എങ്ങനെയാണ് സ്വാദിഖാവുക, പറയാൻ പറ്റുക? അന്നഹു വുളിഅ ലിമാനൻ, ഒരു മാനാക്ക് വധു ചെയ്യപ്പെട്ടു എന്നെങ്ങനെ പറയാ? അത് ലഫ്ലിനിക്കല്ലേ വധു ചെയ്യപ്പെട്ടത് എന്ന ചോദ്യം. അതിനുത്തരം കൊല്ല, അങ്ങനെ നീ ചോദിച്ചാൽ നമ്മൾ മറുപടി പറയും. നമ്മൾ പറയും അൽ മാന, നമ്മളിവിടെ മാന എന്ന് പറഞ്ഞാൽ, ഇവിടെ ലിമാന എന്നുള്ള മാന കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അത് മാ യതഅല്ലഖു ബിഹിൽ ഖസ്ദു, ഖസ്ദ് ബന്ധിക്കുന്ന ഒന്ന് എന്നാണ് മാനാന്റെ അർത്ഥം, അല്ലേ? അതാണ് നമ്മൾ മാനാക്ക് വെച്ചത്. മാ യുഖ്സദു ബിശൈഇൻ എന്ന് പറഞ്ഞാൽ ഖസ്ദ് ബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? വഹുവ അഅമ്മു, ഈ ഒരു അർത്ഥം മാ യതഅല്ലഖു ബിഹിൽ ഖസ്ദു എന്നത് അഅമ്മു, അത് അഅമ്മാണ്. എന്തിനാൽ അഅമ്മാണ്? മിൻ അയകുന ലഫ്ളൻ ഔ ഗൈറഹു, അത് ലഫ്ള ആവലിനാലും അതല്ലാത്തത് ആവലിനാലും അഅമ്മാണ്. വാവിനെ മാനാക്കാക്കുക. മനസ്സിലായല്ലോ? അപ്പൊ മിന്ന് ബയാനിയത്ത്, എന്തിനാൽ അഅമ്മാണ്? അത് ആ മാ യതഅല്ലഖു ബിഹിൽ ഖസ്ദു, ഒരു ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം, അത് എന്താകാം? മറ്റൊരു ലഫ്ളാകാം, അല്ലെങ്കിൽ അതല്ലാത്തതാകാം. രണ്ടിനാലും അഅമ്മാണ് ഈ ഒരു ആശയം. മനസ്സിലായല്ലോ? അപ്പൊ അല്ലാതെ നിങ്ങൾ ലഫ്ള് മാന എന്ന ഇതിപ്പോ ചോദ്യം വരാനുള്ള കാരണം, നമ്മൾ ലഫ്ളിന്റെ മാനാന മുഖാബിൽ ലഫ്ളിനെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു അവിടുന്ന് തവഹുമ വന്നതാണ്. അഥവാ ഒരു മാനാക്ക് വധു ചെയ്യപ്പെടുന്ന പറയുമ്പോൾ മാനാന മുഖാബലയിലാണല്ലോ ലഫ്ള് എന്ന് പറയാറ്. അപ്പൊ ലഫ്ലിന് വധു ചെയ്യപ്പെടുന്ന താരീഫിൽ പെടൂലല്ലോ എന്ന് ചോദ്യം വന്നാണ്. പക്ഷെ നമ്മളുടെ മാന എന്ന് പറഞ്ഞാൽ ലഫ്ലിന്റെ മുഖാബിലുള്ള മാന എന്നല്ലല്ലോ, ഖസ്ദ് ബന്ധിക്കുന്ന ഒന്ന് എന്നാണ്. അത് ലഫ്ലാകാം, അല്ലാത്തതാകാം. ഇതാണ് അവിടുത്തെ മറുപടി. അപ്പൊ തന്നെ അടുത്ത ചോദ്യം ആയിക്കോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ഇഷ്കാല്, ഫഇൻ ഖുൽത, നീ ചോദിച്ചാൽ, ഖദ് വുളിഅ ബഅ്ളുൽ കലിമാത്തിൽ മുഫ്രദതി ബിഇസാഇൽ അൽഫാദിൽ മുറക്കബതി, ചില മുഫ്രദായ കലിമത്തുകളെ മുഫ്രദ ഉണ്ടാവും കേട്ടോ, ചില മുഫ്രദായ കലിമത്തുകളെ ചില മുറക്കബായ അൽഫാദുകളുടെ മുഖാബലയിൽ വധു ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അവിടെ ബഅ്ളുൽ അൽഫാദി എന്നാണ് നല്ലത്, കാരണം ലഫ്ളുൻ വുളിഅ ലിമാൻ എന്നാണല്ലോ നമ്മൾ താരീഫിലുള്ളത്. അപ്പോ ബഅ്ളുൽ അൽഫാദി എന്ന് പറയുന്നതാണ് നല്ലത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്ക്, ഫഇൻ ഖുൽത ഖദ് വുളിഅ ബഅ്ളുൽ കലിമാത്തിൽ മുഫ്രദതി, ചില മുഫ്രദായ കലിമത്തുകളെ വധു ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ബിഇസാഇൽ അൽഫാദിൽ മുറക്കബതി, ചില മുറക്കബായ അൽഫാദുകളുടെ മുഖാബലയിൽ. അതാണ് ഇപ്പൊ അടുത്ത പ്രശ്നം. ഈ ചോദ്യം ഇവിടുന്ന് വരുന്നതെന്ന് വെച്ചാൽ, ശരിക്കും താരീഫ് പരിപൂർണമായതിന്റെ ശേഷം വരുന്ന താരീഫ് ഒരു ചോദ്യമാണിത്. എന്ത്? ലഫ്ളുൻ വുളിഅ ലിമാനൻ മുഫ്രദി എന്ന് പറഞ്ഞല്ലോ. മുഫ്രദായ മാനാന മുഖാബലയിൽ വധു ചെയ്യപ്പെട്ട ലഫ്ല്, ഇതാണല്ലോ താരീഫ്.
അവിടുന്ന് മുഫ്രദിന് സിഫത്ത് പറഞ്ഞപ്പോ അവിടുന്ന് വരേണ്ട ചോദ്യമാണ് എന്ത്? ഇത് എന്ത്? മുറക്കബായ അൽഫാദുകളുടെ മുക്കാബലയിൽ ഒക്കെ ചില കലിമത്തുകൾ ഉണ്ടല്ലോ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ അപ്പൊ അവിടെ പറഞ്ഞിന്ന്, അവിടെ പറഞ്ഞപ്പോ എന്താ ഇവിടെ പറഞ്ഞിന്ന്? അപ്പൊ അതിന് കാരണം എന്താ പറയണെന്ന് വെച്ചാൽ അവിടെ എഴുതിക്കണേ ഇഖ്തുന്നാമി നഖ്ലുൽ തഅരീഫിൽ കലിമത്തി നാശിഉൻ അൻ ഖൈദിൽ ഇഫ്രാദി. ഈ മാനൻ എന്നതിലേക്ക് മുഫ്രദ് എന്ന് എഴുതി കൊടുത്തല്ലോ, അവിടുന്നാണ് ഈ ഒരു ഇഷ്കാല് വരുന്നത്. എന്നാൽ അതാണ് നാശിഉൻ അൻ ഖൈദിൽ ഇഫ്രാദി അല്ലദി ഹുവ സിഫത്തുൽ മാന അല റാജിഹി. അവിടെ മാൻ മുഫ്രദുൻ മുഫ്രദിൻ എന്ന് രണ്ട് ഇഹ്തിമാൽ ഉണ്ട്. അതിൽ റാജിഹ് ആയത് മുഫ്രദിൻ എന്നാണ്. ആ റാജിഹ് ആയത് പ്രകാരം സിഫത്ത് ഈ മാനൻ എന്നതിനേക്കുള്ള സിഫത്താണ് ആര്? മുഫ്രദിൻ. അത് പ്രകാരമാണ് ഇഷ്കാല് വരുന്നത്. പക്ഷെ ലാക്കിൻ ബി മദ്ഖലിയത്തി അസ്സാബിഖി അൽ ജവാബി സാബിഖിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, അതിന് പങ്കുണ്ട് ഇതില്. എന്താ പങ്ക്? ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ആദ്യത്തിന്റെ ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ ഈ ചോദ്യം ഇല്ല. മനസ്സിലായോ? ആദ്യത്തിന്റെ ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം പറഞ്ഞു, മനസ്സിലായില്ലേ? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ ഈ ചോദ്യം വരില്ല. കാരണം അതിന്റെ ഒരു ജുസേന ഇതും അല്ലെ? ഇതിന് മുറക്കബായ അൽഫാദുകൾ എന്നാണ്. അവിടെ മുത്തലക്കൻ അൽഫാദ് ലഫ്ലിന്റെ മുക്കാബിലാന്ന ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോ അടുത്തതിന്റെ ബാക്കിൽ തന്നെ വരുന്ന ചോദ്യം ഈ താരീഫിനെതിരെ. അപ്പൊ ആ ഒരു ബന്ധം പരിഗണിച്ചിട്ടാണ് ഇതിന്റെ ബാക്കിൽ തന്നെ കൂടുന്നത്. മനസ്സിലായല്ലോ? പക്ഷെ ചോദ്യം ഇവിടുന്ന് വരിക മുഫ്രദ് എന്നുള്ള കൈതുമെന്നാണ്. അപ്പൊ വരുന്ന ചോദ്യമാണ് എന്ത്? ചില ലഫ്ലുകളെ, ചില കെലിമത്തുകളെ, മുഫ്രദായ കെലിമത്തുകളെ മുറക്കബായ അൽഫാദുകളുടെ മുക്കാബലയിൽ വധു ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ഈ പറഞ്ഞ താരീഫ് ഉൾപ്പെടുത്തുക. കെലിമത്തുകളാണല്ലോ അത്. അപ്പൊ കെലിമാത്ത് എന്ന് പറയാൻ ന്യായമുണ്ട്. കെലിമത്തുകളായ സാധനമാണ്, അപ്പൊ താരീഫ് പെടണ്ടേ? പക്ഷെ മുഫ്രദായ മാനല്ല, മുറക്കബായ അൽഫാദുകളാണ്. മുറക്കബായ മാനയുള്ളത്. മനസ്സിലായല്ലോ? അത് ഏതുപോലെയാണ്? അങ്ങനത്തെ ചില കെലിമത്തുകൾ അതൊക്കെ ലഫ്ലിൽ ജുംലത്തി, ജുംല എന്ന പദം നോക്കണ്ട. ഈ ജുംല എന്നുള്ള പദം അതിന്റെ മാന എന്തേക്കാരും? മുറക്കബൈക്കാരും. ജുംലകളൊക്കെ മുറക്കബല്ലേ? അതുപോലെ വൽ ഖബരി, ഖബർ എന്ന പദമൊക്കെ പോലെ. മനസ്സിലായോ? അപ്പൊ ഖബർ ജുംല എന്നൊക്കെ പറയുന്നത് ലഫ്ലു മുഫ്രദാണെങ്കിലും മാന എന്താ? മുറക്കബായ അൽഫാദുകളാണല്ലോ. ഒരു തരം ജുംല എന്ന് പറയുമ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ ഖൗലുൻ യഹ്തമിലു സിദ്ഖ വൽ കിദ്ബ എന്ന് നമ്മൾ പറയും. ഖൗല് മുറക്കബാണ്, എന്തെങ്കിലും പറഞ്ഞല്ലോ. അപ്പൊ മുറക്കബായ അൽഫാദുകളാണ്, ശരിയാണ്. പക്ഷെ അൽഫാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പൊ ചോദ്യം, അപ്പൊ കൈഫ യകൂനു മൗദൂഅൻ ലി മുഫ്രദിൻ, എങ്ങനെയാണ് ഇത് ഒരു മുഫ്രദിനിക്ക് വധു ചെയ്യപ്പെട്ടതാവുക? ഈ ബഅദുൽ കലിമാത്ത് ഉണ്ടല്ലോ, അത് മുഫ്രദായ മാനാക്ക് വധു ചെയ്യപ്പെടുന്നത് അതെങ്ങനെ എങ്ങനെയാണ്? ആവൂലല്ലോ. അപ്പൊ താരീഫിൽ ഉൾപ്പെടൂലല്ലോ. നഖ്ലാണ്, താരീഫിൻ നഖ്ലാണ്. ജാമി അല്ല എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അക്സ് മങ്കൂലും ബിൽ അക്സൻ, മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഉത്തരം എന്താ? മറുപടി എന്താ? ഖുൽന, നമ്മൾ പറയും ഹാദിഹിൽ അൽഫാദു, ഈ അൽഫാദുകളാകുന്നത്, ഈ അൽഫാദ് ഈ ബഅദുൽ കലിമാത്തല്ല, ബി ഇസായിൽ അൽഫാദിന് മുറക്ക പറഞ്ഞല്ലോ. അതായത് മാനയായിട്ട് വരുന്ന മുറക്കബായ അൽഫാദുകള്. ഒരു ഉദാഹരണം സെയ്ദുൻ കായിമുൻ, ഖബർ എന്നതിന്റെ മാന ആണല്ലോ സെയ്ദുൻ കായിമുൻ എന്നുള്ളത്. ഖബർ എന്ന് സെയ്ദുൻ കായിമുൻ ഖബറാണല്ലോ. അപ്പോ ഈ സെയ്ദുൻ കായിമുൻ എന്നത് എന്ന ലഫ്ള് ഒരു ഉദാഹരണം എടുത്തോളി. ഹാദിൽ അൽഫാദു വൈൻ കാനത്ത്, അവകളാണെങ്കിലും ബിൽ ഖിയാസി ഇലാ മആനിഹ, അവകളുടെ മാനയിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് മുറക്കബ എന്താണെങ്കിലും മുറക്കബത്തൻ, അത് മുറക്കബാണെങ്കിലും ലാകിന്നഹ, എങ്കിലും ആ അൽഫാദുകൾ ബിൽ ഖിയാസി ഇലാ അൽഫാദിഹൽ മൗദൂഅതി ബിഇസാഇഹ, ഈ ഇവകളുടെ മുഖാബലയിൽ വധു ചെയ്യപ്പെട്ട അൽഫാദുകൾ ഉണ്ടല്ലോ, ഏത് ലഫ്ദുൽ ഖബർ, ലഫ്ദുൽ ജുംല എന്നൊക്കെ പറഞ്ഞേ, ആ അൽഫാദുകളിലേക്ക് ഇവകളെ ചേർത്തി നോക്കൽ കൊണ്ട് ഇവകൾ എന്താണ്? മുഫ്രദത്തുൻ, മുഫ്രദകളാണ്. അഥവാ സെയ്ദുൻ കായിമുൻ എന്ന ഇപ്പൊ ഖബർ അതിന്റെ മാനയാണ് ഇപ്പൊ സെയ്ദുൻ കായിമുൻ എന്ന് വെച്ചോ. സെയ്ദുൻ കായിമുൻ അതുപോലത്തതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ സെയ്ദുൻ കായിമുൻ എന്നത് അതിന്റെ മാന എന്താ? സെയ്ദ് കായിമാണ്. ആ മാനയിലേക്ക് നോക്കിയിട്ട് ആ സെയ്ദുൻ കായിമുൻ എന്നുള്ള അൽഫാദ് ഉണ്ടല്ലോ മുറക്കബായത്, അത് മുറക്കബാണ്. അതുകൊണ്ട് അതിനെ പറ്റി മുറക്കബായ അൽഫാദ് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഖബർ എന്നതിന്റെ മാനാണല്ല ഈ സെയ്ദുൻ കായിമുൻ എന്നുള്ളത്. ആ ഖബർ എന്ന ഇതിന്റെ ദാലായ, ഇതിന്റെ മൗലൂആയ പദമായ ആ ഒരു ലഫ്ലിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എന്താണ്? ഇത് മുഫ്രദായ മാനയാണ്. കാരണം എന്താ?
ഈ മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ? ലഫ്ലിന്റെ ജുസ് മാനാ ജുസിന്റെ മേൽ അറിയിക്കാത്തത്. ഞാൻ അറിയിക്കൽ ഉദ്ദേശമില്ലാത്ത എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോ ഇവിടെ ഖബർ എന്ന പദമാണല്ലോ ലഫ്ല്. അതിന്റെ ജുസൈനിക്ക് സെയ്ദുൻ കായിമിന് ഓരോ ജുസൈൻ അറിയിക്കൽ ഉദ്ദേശം ഉണ്ടാവോ? അറിയിക്കുണ്ടോ? ഇല്ല. അപ്പോ ഈ സെയ്ദുൻ കായിമുൻ എന്ന പദം അതിന്റെ മേനകളിൽ ചേർത്ത് നോക്കിയിട്ട് മുറക്കബാണ്. അതുകൊണ്ടാണ് മുറക്കബ അൽഫാദിനെ പറ്റി പറഞ്ഞത്. എന്നാൽ ഇതിന്റെ മൗലുവായ പദമായ ഇവകളുടെ അൽഫാദായ ലഫ്ലായ ആ ഖബർ എന്ന പദം അതിനേക്കുള്ള ചേർത്തി നോക്കിയിട്ട് ഇവകൾ എന്താണ്? മുഫ്രദാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇവിടെ ഈ ഒരു തെർക്കീബിന് ഒരു പ്രത്യേകത, ഹാദിൽ അൽഫാദു വ ഇൻ കാനത്ത്, നിങ്ങൾ സാധാരണ കാണാണല്ലോ, ഹാദിൽ അൽഫാദു വ ഇൻ കാനത്ത് ബിൽ ഖിയാസി ഇലാ മആനിഹ മുറക്കബതൻ ലാകിന്നഹ ബിൽ ഖിയാസി ഇലാ അൽഫാദിഹ. അവിടെ എന്ന് കണ്ടില്ലേ? അവിടെ ഹാദിൽ അൽഫാദുവിന്റെ ഖബറോടെ ഈ ലഫ്ലുകളാകുന്നത് വ ഇൻ കാനത്ത് ഷർത്തിയ ജുംലയിലൂടെ വാവ് വരാൻ പാടില്ലല്ലോ. അതിനെ പറ്റിയിട്ട് യഖ്ദുൻ നാമിയിൽ വിശദീകരണം ഉണ്ട്. മുബ്തദ ഉൻ ഹാദിൽ അൽഫാദിനെ പറ്റി പറയാം. ഹാദി എന്നുള്ള മുബ്തദ, അതിന്റെ ഖബർ മഹ്ദൂഫാണ്. വത്തഖ്ദീറു ഹാദിഹിൽ അൽഫാ വ ഹാദിഹിൽ അൽഫാദു വ ഇൻ കാനത്ത് മുറക്കബതൻ അൽ മുറക്കബതൻ ബിൽ ഖിയാസി ഇലാ മആനിഹ ലാ തകൂനു മുറക്കബതൻ ബിൽ ഖിയാസി ഇലൽ അൽഫാദിൽ മൗദൂഅതി ബിസാഇഹ വ ഇന്നമാ തകൂനു മുറക്കബതൻ ബിൽ ഖിയാസി ഇലൈഹ ലാകിന്നഹ മുഫ്രദതുൻ ബിൽ ഖിയാസി ഇലൈഹ. ഇതാണ് ഇതിന്റെ അസ്ല്. മനസ്സിലായല്ലോ? അതായത് ഈ ഷർത്തിന് ഇവിടെ ഈ ലഫ്ലുകളാകുന്നത് വ ഇൻ കാനത്ത് മുറക്കബത്തൻ, അവകൾ മുറക്കബാണെങ്കിലും ബിൽ ഖിയാസി ഇലാ മആനിഹ, അവകളുടെ മഅനയിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് മുറക്കബാണെങ്കിലും ലാ തകൂനു മുറക്കബത്തൻ, അവിടെ അൽഫാദുകളാകും ലാ തകൂൻ, അവകളാവൂല മുറക്കബത്തൻ, മുറക്കബാവൂല ബിൽ ഖിയാസി ഇലൽ അൽഫാദിൽ മൗദൂഅതി ബിസാഇഹ, അതിന്റെ മൗലു ആയ ലഫ്ലുകൾ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തി നോക്കിയിട്ട് മുറക്കബാവുകയില്ല. മനസ്സിലായല്ലോ? ഇന്നമാ തകൂനു മുറക്കബത്തൻ ബിൽ ഖിയാസി ഇലൈഹ, ഇവകൾ മുറക്കബാവണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇവകളുടെ മുഖാബലായ അൽഫാദ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തി നോക്കിയിട്ടേ മുറക്കബാവുള്ളൂ. ലാകിന്ന മുഫ്രദത്തുൻ ബിൽ ഖിയാസി ഇലൈഹ, എന്നാൽ ഇവിടെ അതിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് മുഫ്രദാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ മാനാനെ പറ്റിയിട്ട് എന്ത് പറയാൻ പറ്റൂല? മുറക്കബായ മാന എന്ന് പറയാൻ പറ്റൂലെന്ന്. മനസ്സിലായല്ലോ? എന്നതിന് ശേഷം بعض هواشي المطول من أن ما قارن بإلا ولكن في مثل هذه العبارة قائم مقام الخبر وليس بخبر. ومنه قولهم زيد وإن كان غنيا إلا أنه بخيل، وقولهم هذا الكتاب وإن صغر حجمه لكن علمه كثير. മനസ്സിലായല്ലോ? ആ ഒരു തെർക്കീബിനെ പറ്റി ഒന്ന് പഠിക്കാൻ വേണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി, അവിടെ കുറച്ചും കൂടി ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി എന്നാൽ ഇപ്പൊ മൂപ്പര് ഒരു മറുപടി പറഞ്ഞല്ലോ, നമുക്ക് വിഷയത്തിൽ തന്നെ വരാം. മൂപ്പര് ഇവിടെ ഒരു മറുപടി പറഞ്ഞല്ലോ. എന്നിട്ട് മൂപ്പര് പറയാ ഇതിന് വേറെ ഒരാൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അതിനൊരു ഇഷ്കാൽ ഉണ്ടാക്കാണ്. ആ മറുപടി കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഇഷ്കാൽ പറയാണ്. വഖദ് ഉജീബ അനിൽ ഇഷ്കാലൈനി, ഈ അൽ ഇഷ്കാലൈനി എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ രണ്ട് ഇഷ്കാലിനെ തൊട്ടും മറുപടി പറയപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞ ആൾ ആരാന്ന് റുക്കൻ ഇതില് യഖ്ദുനാമിലുണ്ട്. അൽ മുജീബ സയ്യിദ് റുക്നുദ്ദീൻ സ്വാഹിബുൽ മുത്തവസ്സിത്ത് എന്ന കിതാബിന്റെ ആള് സയ്യിദ് റുക്നുദ്ദീൻ എന്നവരാണ് ആ മറുപടി പറഞ്ഞിരിക്കുന്നത്. എന്താ മറുപടി? വഖദ് ഉജീബ അനിൽ ഇഷ്കാലൈനി, ഏത് രണ്ട് ഇഷ്കാല്? ഒന്ന് ബഅദുൽ അൽഫാദിനെ മുഖാബലയിൽ വധ ചെയ്യുക, മുഫ്രദായ അൽഫാദുകളെ മുറക്കബായ അൽഫാദുകളുടെ മുഖാബലയിൽ വധ ചെയ്യുക. ഇതൊന്നും തഅരീഫിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണല്ലോ ഇഷ്കാല്. അതിന് മൂപ്പര് മറുപടി പറഞ്ഞ എന്താ അറിയോ? ഇവിടെ ഇവിടെ അറബി കലാമിൽ എടുത്തോളി, എന്താണ്? ഒരു ലഫ്ലും മറ്റൊരു ലഫ്ലിന്റെ മുഖാബലിൽ വധ ചെയ്യപ്പെട്ടതായിട്ടില്ല. ലൈസ ഹാഹുന, ഇവിടെ ഇല്ല ലഫ്ലുൻ, ഒരു ലഫ്ലും ഇല്ല. അങ്ങനത്തെ ലഫ്ലാണ് അതിനെ വധ ചെയ്യപ്പെട്ടു ബി ഇസാഇ ലഫ്ലിൻ ആഖറ, മറ്റൊരു ലഫ്ലിന്റെ മുഖാബലിൽ വധ ചെയ്യപ്പെട്ട ഒരു ലഫ്ലും ഇല്ല. ബി ഇസാഇ ലഫ്ലിൻ ആഖറാണില്ലേ? ആ ലഫ്ൽ എന്താവട്ടെ, മുഫ്രദൻ കാന മുറക്കബൻ, അത് മുഫ്രദ് ആവട്ടെ മുറക്കബാവട്ടെ, അതൊക്കെയാണല്ലേ പ്രശ്നം. രണ്ടാമത്തിൽ മുറക്കബായ ലഫ്ലായതായിരുന്നു പ്രശ്നം. ആ മുറക്കബാവട്ടെ മുഫ്രദാവട്ടെ ഒരു മറ്റൊരു ലഫ്ലിന്റെ മുഖാബില ഒരു ലഫ്ലിനെ വധ ചെയ്യാന്നുള്ള പരിപാടി ഇവിടെ ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ല. ബൽ മറിച്ച് എന്തുണ്ടായിട്ടുള്ളൂ? ബി ഇസാഇ മഫ്ഹൂമിൻ,
കുല്ലിയിൻ, ഒരു കുല്ലിയായ മാന അതിന്റെ മുക്കാബലയിലെ എല്ലായിടത്തും വധ നടന്നിട്ടുള്ളൂ, ഈ പറഞ്ഞോടത്തൊക്കെ വധ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനത്തെ കുല്ലിയായ മഫ്ഹൂമാണ്? അഫ്രാദുഹു അൽഫാദുൻ, അതിന്റെ അഫ്രാദുകൾ എന്താണ്? ലഫ്ലുകളാണ്. അപ്പൊ മാന ഈ ലഫ്ലുകളൊക്കെ ശരിക്കും വധ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു കുല്ലിയായ മഫ്ഹൂമുകൾക്കാണ്, അല്ലാതെ ഈ പറഞ്ഞ അൽഫാദുകൾക്കല്ല. ഒരു കുല്ലിയായ ഒരു മഫ്ഹൂമിനിക്കാണ്. അതിന് അഫ്രാദുകളുടെ അഫ്രാദുകൾ എന്താണ്? അൽഫാദുകളാണ്. മനസ്സിലായല്ലോ? അപ്പോ എന്തില്ല, ഈ പറഞ്ഞ ഇഷ്കാലൊന്നും വരില്ലല്ലോ. എല്ലായിടത്തും ലഫ്ലുൽ വുദൂഇ മാനൻ തന്നെ പറഞ്ഞ പ്രശ്നമൊന്നും വരില്ല. മനസ്സിലായോ? ഇതാണ് അവര് പറഞ്ഞത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഏതുപോലെ കലഫ്ലിൽ ഇസ്മി വൽ ഫിഅലി വൽ ഹർഫി. ഇപ്പൊ ഇസ്മ എന്ന ലഫ്ല് പോലെ, ഫിഅൽ എന്ന ലഫ്ല്, ഹർഫ് എന്ന ലഫ്ല്, അതുപോലെ വൽ ഖബരി വൽ ജുംലത്തി വ ഗൈരിഹ. അവ ഇസ്മ ഒക്കെ മുക്കാബില ലഫ്ലാണല്ലോ. ഫിഅൽ, ഹർഫും, ഖബറും, ജുംല. ഖബർ ജുംലക്ക് ആകുമ്പോൾ മുറക്കബായി. അപ്പൊ ഏതും ആയിക്കോട്ടെ. വഗൈരിഹ അതൊക്കെ ഇവിടെ ഒക്കെ ലഫ്ലിൽ ഖളിയ്യത്തി വൽ ഖിയാസി വൽ അക്സി എന്നൊക്കെ കൊടുത്തിരിക്കണേ. മനസ്സിലായല്ലോ? ഇതാണ് അവര് പറഞ്ഞ മറുപടി. ഉഷാറല്ലേ? എന്നാൽ ഷാരിഹിന് അവിടെ ഇഷ്കാലുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. വലാ യഖ്ഫ അലൈക, അന്റെ മേൽ അവ്യക്തമാവൂല, നിന്റെ മേൽ അവ്യക്തമാവൂല. അന്ന ഹാദൽ ഹുക്മ, ഈ ഒരു ഹുക്കം ഉണ്ടല്ലോ, ഒരു കുല്ലിയായ ഹുക്കുമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഇവിടെ ഒരു ലഫ്ലും മറ്റൊരു ലഫ്ലിന് മുക്കാബിലി വധ ചെയ്യപ്പെട്ടതായിട്ടില്ല. ഒരു സാലിബ് കുല്ലി പറഞ്ഞത്. ഇതാണല്ലോ ഹുക്മ്. ഇത് മങ്കൂലാണ്. മങ്കൂലുൻ ബി അംസാലിൽ ലമാഇർ റാജിഅതി ഇലാ അൽഫാദിൻ മഖ്സൂസത്തിൻ. എന്തുകൊണ്ട് മങ്കൂലാണ്? ബി അംസാലിൽ ലമാഇരി, ലമീറുകൾ പോലോത്തത് കൊണ്ട്. ലമീറുകൾ ഇശാറത്തിന് ഇസ്മു മൗസൂലുകളൊക്കെ പെട്ടു. എങ്ങനത്തെ ലമീറുകൾ പോലോത്തതാണ്? അർ റാജിഅതി ഇലാ അൽഫാദിൻ മഖ്സൂസത്തിൻ, ഒരു ചില മഖ്സൂസായ അൽഫാദുകളിലേക്ക് മടങ്ങുന്ന ലമീർ പോലെയുള്ളത് കൊണ്ട് നഖ്ല് ചെയ്യപ്പെടുന്നതാണ്. എങ്ങനത്തെ മഖ്സൂസായ അൽഫാദുകളാണ്? മുഫ്രദത്തിന് മുറക്കബത്തിൻ, മുഫ്രദായ അല്ലെങ്കിൽ മുറക്കബായ. അപ്പൊ മുഫ്രദോ മുറക്കബോ ആയ മഖ്സൂസായ അൽഫാദുകൾ ഉണ്ട്, അതിലേക്ക് മടങ്ങുന്ന ലമീർ. ആ ലമീറിന്റെ മദ്ലൂൽ അതാണല്ലോ. ആ ലമീറിന്റെ മദ്ലൂൽ ആ ലഫ്ലാണ്. അപ്പൊ മുമ്പ് ഒരു സൈദുൻ ഖായിം എന്ന് പറഞ്ഞു, ഒരു മുറക്കബാണ്. അതിലേക്ക് ഹാദ അല്ലെ ഹുവ ഇതാകുന്നത് എന്ന് പറയുമ്പോ ഈ ലഫ്ലാകുന്നത് എന്നല്ലേ? ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ആ ലഫ്ല് എന്നല്ലേ? അപ്പൊ ബഅദുൽ അൽഫാദിന്റെ മുഖാബലയിൽ ബഅദുൽ അൽഫാദിനെ വെച്ച് വധ ചെയ്തിട്ടുണ്ടല്ലോ എന്നതുകൊണ്ട് അപ്പോ അതാണ് നഖ്ല്. മനസ്സിലായല്ലോ? ഇനി മൂപ്പര് പറയാ എന്തേ കാരണം എന്നറിയോ? അംസാലുൽ ലമാഇർ റാജിയത്തിലെ അൽഫാദി മഖ്സൂസത്ത് കൊണ്ട് നഖ്ല് ഉണ്ടെന്ന് പറയാൻ കാരണം ഫഇന്നൽ വലഅ ഫീഹാ, ഈ അംസാലുൽ ലമാഇർ ഉണ്ടല്ലോ, ലമീറുകൾ പോലോത്തതുണ്ടല്ലോ, അതിലുള്ള വലഅ വഇൻ കാന ആമൻ, ആ വലഅ ആമാണെങ്കിലും ലാകിനിൽ മൗലൂലഹു ഖാസുൻ, മൗലൂലഹു ഖാസാണ്. വലഅ ആമാണ്, ശരിയാണ്. ഈ ലമീറുകളുടെയും ഇശാറത്തിന്റെ ഇസ്മിന്റെയൊക്കെ വലഅ എങ്ങനെയാണ്? ഒരു കുല്ലിയായ മഫ്ഹൂമിനെ മുലാഹള ചെയ്തുകൊണ്ട് മൗലൂലഹു ആരീകാരം ഇതല്ല, കുല്ലിയ മാനാക്ക് വലഅ ചെയ്യല്ല. ഒരു കുല്ലിയായ മഫ്ഹൂമിനെ മുലാഹള ചെയ്തുകൊണ്ട് ജുസ്ഇയാത്തുകൾ വലഅ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോ ഇഷഹാദ എന്ന് പറഞ്ഞാൽ മുഷാറുലൈഹി എന്നാണല്ലോ, ഖരീബായ മുഷാറുലൈഹിക്കാണല്ലോ ഹാദ പറയാ. മുഫ്രദ് മുദക്കർ ആയ മുഷാറുലൈഹിക്കാണല്ലോ ഹാദ വലഅ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹാദന്റെ വലഅ എന്ന് വെച്ചാൽ ഏതൊരു മുഫ്രദ് മുദക്കറായ മുഷാറുലൈഹിക്കും ഉപയോഗിക്കാൻ അതിനിക്ക് വലഅ ചെയ്യപ്പെട്ടതാണ്. അപ്പോ ഓരോ ലോകത്തുള്ള ഓരോ ഹാദിനും പിടിച്ചുകൊണ്ട് ഓരോന്നിനും ഇങ്ങനെ വലഅ ചെയ്യല്ല, അത് നടക്കുവോ? ഇല്ല. അപ്പൊ ഒരു കുല്ലിയായ മഫ്ഹൂം മുലാഹള ചെയ്യാലോ. അപ്പൊ അതിന്റെ ദഹത്തിൽ വരുന്ന ഓരോ ഹാദകളും വരും. അപ്പൊ ശരിക്കും മൗലൂലഹു ആരാ? ഈ കുല്ലിയായ മഫ്ഹൂം അല്ല, ഇവകളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, മൗലൂലഹു ആയിട്ട് കാണുന്നത്. പക്ഷെ അതിനെ മുലാഹള ചെയ്യുന്നത് ഈ കുല്ലിയായ മഫ്ഹൂം ഇതാക്കിയിട്ടാണ്, മറ്റേ സാധ്യമല്ല. അപ്പോ ജുസ്ഇയാത്തുള്ള ഓരോ മുഷാറുലൈഹികളാണ്, ജുസ്ഇയായ മുഷാറുലൈഹികളാണ് അതിന്റെ മൗലൂലഹു. മനസ്സിലായ? അപ്പൊ മൗലൂലഹു ഈ അൽഫാദല്ലേ വരിക. ഈ ഹാദ എന്നുള്ളതിന് അങ്ങോട്ട് മടങ്ങിയാൽ അപ്പൊ അതൊക്കെ അതിന്റെ മൗലൂലഹുവിന്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ ജുസ്ഇയായ മുഷാറുലൈഹികളും ഇതിന്റെ മൗലൂലഹു ആണ്. അപ്പൊ എന്താകും? ചില അൽഫാദിന്റെ മുഖാബില് വലഅ ചെയ്യാന്നുള്ളത് തോന്നിയില്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ സാലിബ് കുല്ലി പൊളിഞ്ഞില്ലേ, മങ്കൂറായില്ലേ? ഇതാണ് മറുപടി. മനസ്സിലായല്ലോ? എന്നാൽ ഞാനിവിടെ ഒരു കാര്യം പറയാം, അതിനെ ഫുള്ളാക്കാം.
അതുകൊണ്ട് ഫലൈസ ഹുനാക്ക, ഇവിടെ ഇല്ല. ഹുനാക്ക ഹുന അത് സമ്മ എന്നുള്ളതിനെ പറ്റി പറഞ്ഞു കൊടുത്ത് ഈ അവിടെ ഇവിടെ എന്നുള്ള കരീബിന് ഉപയോഗിക്കുന്ന ഒരു കിതാബ് കണ്ടിരുന്നു. ഇതൊക്കെ കരീബുകളിലും ഉപയോഗം ഇതിനൊക്കെയാണെങ്കിലും. അപ്പൊ ഇവിടെ ഇല്ല, എന്തില്ല? മഫ്ഹൂമുൻ കുല്ലിയുൻ, ഒരു കുല്ലിയായ ഒരു മഫ്ഹൂം ഇല്ല. എങ്ങനത്തെ കുല്ലിയായ മഫ്ഹൂമാണ്? ഹുവൽ മൗലൂലഹു, അതാണ് ഇതിൻ മൗലൂലഹു ഫിൽ ഹഖീഖത്തി, ഹഖീഖത്തിലായ സ്ഥിതിയിൽ, ഹഖീഖത്തിന്റെ കൂട്ടത്തിൽ പെട്ടതായ സ്ഥിതിയിൽ അതാണ് മൗലൂലഹു. അങ്ങനത്തെ ഒരു കുല്ലിയായ മഫ്ഹൂം ഇവിടെ ഇല്ല. അതായത് ഇവിടെ ഒന്നും ഒരു കുല്ലിയായ മഫ്ഹൂം ഇല്ല. എങ്ങനത്തെ കുല്ലിയായ മഫ്ഹൂം? കുല്ലിയായ മഫ്ഹൂം ഉണ്ട്, മുലാഹലക്കാണ്, അത് മൗലൂലഹു അല്ല. അതുകൊണ്ട് പറയുന്നത് ഇവിടെ ഒരു കുല്ലിയായ മഫ്ഹൂം ഇല്ല. എങ്ങനത്തെ കുല്ലിയായ മഫ്ഹൂമാണ്? ഹുവൽ മൗലൂലഹു, അതാണ് മൗലൂലഹു. മനസ്സിലായി? ഫിൽ ഹഖീഖത്തി, ഹഖീഖത്തൻ നിലക്ക്, ഹഖീഖത്തൻ മൗലൂലഹു അതാണ്. അങ്ങനത്തെ ഒരു മൗലൂലഹു ഇവിടെ ഇല്ല. മറിച്ച് ഈ ജുസ്ഇയായ മാനകൾ ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മൗലൂലഹു. പിന്നെ മജാസ് നിലക്ക് ഈ മുലാഹദക്ക് ഉപയോഗിച്ച മാന ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഇതിന്റെ മാനയാണെന്ന് പറയാറുണ്ട്. ഏതാ? കുല്ലിയായ മുലാഹദ ചെയ്യണ മാന ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഇവകളുടെ മാനയാണെന്ന് പറയാറുണ്ട്. അത് മജാസ് നിലക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഹഖീഖത്തിന്റെ കൂട്ടത്തിൽ പെട്ടതായ സ്ഥിതിയിൽ ഹഖീഖത്ത് നിലക്കൊരു മൗലൂലഹു ആയ കുല്ലിയായ മഫ്ഹൂം ഇവിടെ ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഷാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കെതിരെ നഖൽ ചെയ്തത്. കറക്റ്റാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ ഒരു മദ്ഹബ് വല ആമും മൗലൂലഹു ഖാസാണ്, ഈ ലമീറുകളുടെയും ഇഷാറത്തിന്റെ ഇസ്മിലേക്ക് വലയിലുള്ളത് എന്നത് ആരുടെ മദ്ഹബാ? അത് സയ്യിദ് ഷരീഫ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ അലുദ്ദീൻ ലീജി തങ്ങളുണ്ടല്ലോ, സഫ്താദാനി തങ്ങളൊക്കെ ഉസ്താദ്, അവരുടെയൊക്കെ മുഖ്താറാണ്, അവരുടെ മദ്ഹബാണ് എന്ത്? ഇത് ഇവകളുള്ള വല ആമാണ്, മൗലൂലഹു ഖാസാണെന്നുള്ളത്. എന്നാൽ അവിടെ ജുംഹൂർ പറയുന്നതും ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ സഫ്താദാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ റാജിഹാക്കിയതുമായ മദ്ഹബ് എന്താ? അവിടത്തെ മൗലൂലഹു ആമാണ്, മൗലൂലഹു ആമാണ്, പക്ഷെ അതിലേക്ക് ഇസ്തിമാലില്ല, ഇസ്തിമാൽ ഖാസാണെന്ന്. അപ്പൊ മൗലൂലഹു ആമാണ്, അതാണ് അവിടെ ജുംഹൂറിന്റെ സഫ്താദാനി ഇമാമിന്റെ ഒക്കെ മദ്ഹബ്. ആ മദ്ഹബാണ് ഈ നേരത്തെ ജവാബ് പറഞ്ഞ സ്വാഹിബുൽ മുത്തവസ്സിത്തിനുള്ളതെങ്കിൽ, അവർക്ക് ആ മദ്ഹബാണുള്ളതെങ്കിൽ ഈ മദ്ഹബ് പ്രകാരം എങ്ങനെയാണ് അദ്ദേഹത്തെ നഖൽ ചെയ്യുക? അപ്പൊ അവരുടെ മദ്ഹബ് എന്താണെന്ന് അത് സ്ഥിരപ്പെടുത്തണം. സയ്യിദ് ഷരീഫ് തങ്ങളുടെ ഈ മദ്ഹബാണ് എങ്കിൽ ഓക്കെ, നഖൽ ഓക്കെ. സഫ്താദാനി ഇമാമിന്റെ മദ്ഹബാണ് അവർക്കുള്ളതെങ്കിൽ ഈ നഖൽ നാഫി ആവൂല. മനസ്സിലായല്ലോ? കാരണം സഫ്താദാനി ഇമാമിന്റെ മദ്ഹബ് പ്രകാരം കൃത്യാണ്, അവിടെ കുല്ലിയായ മഫ്ഹൂം ആണുള്ളത്. അപ്പൊ സ്വാഹിബുൽ മുത്തവസ്സിത്തിന് ഒരു പ്രശ്നം വരൂല. അപ്പോ ആദ്യം അത് സ്ഥിരപ്പെടുത്തിയിട്ട് ഇത് നഖൽ മുപ്പർക്ക് നാഫിയാവുള്ളൂ, ആർക്ക്? ഷാരിഹിന്. ഓക്കെ. അപ്പൊ എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഹാഷികൾ എന്തെങ്കിലും പറയണ്ടോ നോക്കി, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഏതാനും ഇത്ര തന്നെ ചർച്ച ഉള്ളത്. ഇനി മുഫ്രദിൻ, അതിനെ സംബന്ധിച്ചിട്ടാണ് ചർച്ച ചെയ്യാനുള്ളത്, കുറെ ഉണ്ട്. ഇവിടെ അവസാനിപ്പിക്കല്ലേ? വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.